യേശു ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിക്കാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുക്കൽ അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നുന്ന തവിട് കൊണ്ടെങ്കിലും വയറ് നിറയ്ക്കുവാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ പിതാവിനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, എന്നാൽ ഇതാ അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇപ്പോൾ അവൻ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. അവൻ്റെ മൂത്തപുത്രൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൻ അടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കുവാൻ ഒരു കുഞ്ഞാടിനെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂടി ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ തന്നെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇപ്പോൾ നാം ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ ആത്മീയത ധ്യാനിക്കാം. പരിശുദ്ധമായ ഈ തപസ്സുകാലത്ത് നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗം നമുക്ക് നൽകുന്ന ഏറ്റവും മഹനീയമായ കൃപാവരമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുക. ലോകപ്രസിദ്ധമായ ധൂർത്തപുത്രൻ്റെ ഉപമ. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ മാത്രമേ ഉള്ളൂ. അതിലെ അവസാനത്തെ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകിട്ടുമ്പോൾ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെ ആദ്യത്തെ ഉപമയിലും, നഷ്ടപ്പെട്ടു പോയ ഒരു നാണയത്തിന് വേണ്ടി വ്യസനത്തോടെ വിളക്ക് കൊളുത്തി അടിച്ചുമാരി കണ്ടെത്താൻ പരിശ്രമിക്കുന്ന സ്ത്രീയുടെ ഉപമ 2ാമത്തെ ഉപമയായും ഈ അധ്യായത്തിൽ കാണാം. സത്യത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പിൻ്റെ വലിയൊരു പ്രതീകമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആരും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അത്ര കണ്ട് അകന്നു പോയിട്ടില്ല എന്നും, എപ്പോൾ തിരിച്ചു വന്നാലും സ്വീകരിക്കുവാൻ തുറന്ന ഹൃദയവും തുറക്കപ്പെട്ട വാതിലുമായി കാത്തിരിക്കുന്ന ഒരു വത്സല പിതാവ് നമുക്കുണ്ട് എന്നുമുള്ള വലിയ ബോധ്യമാണ് നൽകുക. അപ്പൻ്റെ സ്വത്ത് ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയ ഇളയ പുത്രൻ നമ്മുടെ എല്ലാവരുടെയും പ്രതീകമല്ലേ? നാം എത്ര വട്ടം അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന്, അവൻ്റെ കരുണയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് ദുരനുഭവത്തിൽ എത്തിച്ചേർന്നാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്നത് വലിയ ആത്മീയ ബലമാണ്.
അവൻ ദൂരദേശത്തേക്ക് പോയി എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. അത് അവൻ്റെ സ്വാർത്ഥതയുടെ അടയാളമായിരുന്നു. എല്ലാം ശേഖരിച്ചുകൊണ്ട് അവനു വേണ്ടി മാത്രമായി ജീവിക്കുവാൻ, അവൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ പരിശ്രമിച്ചു. എന്നാൽ അവൻ എത്തിച്ചേർന്നതോ പന്നിക്കൂട്ടിലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഇപ്രകാരമുള്ള ദുരനുഭവത്തിൽ എത്തിച്ചേരാറുണ്ട്. അപ്പൻ്റെ സ്നേഹവും പരിഗണനയും മറന്നുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം വിദൂര ദേശാടനങ്ങൾ നടത്തുമ്പോൾ ഓർക്കുക, അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് നാം അത്രമാത്രം അകന്നു പോവുകയാണ്. തിരിച്ചു വരാൻ കഴിയാത്ത വിധം അപ്പൻ്റെ ഭവനം മറന്നു പോകാതിരുന്നാൽ അത് വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്യും. വലിയൊരു പ്രത്യാശയാണ് നമുക്കിന്ന് സുവിശേഷം നൽകുക. നീ എന്തു തന്നെ നഷ്ടപ്പെടുത്തിയാലും, എത്ര അകന്നു പോയാലും, നിന്നെ പ്രതീക്ഷിക്കുന്ന, നിന്റെ വീണ്ടും വരവ് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു. പരിശുദ്ധമായ ഈ തപസ്സുകാലത്ത് നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടെ, അനുതാപത്തോടെ, കണ്ണുനീരോടെ വിളിച്ചു പറയാം, പിതാവേ, അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങേ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെയും കരുതണമേ. യഥാർത്ഥത്തിൽ ആ വത്സല പിതാവ് നമ്മെ കരുതുന്നത്, സ്വീകരിക്കുന്നത് ദാസനായിട്ടല്ല, വേലക്കാരനായിട്ടല്ല, മറിച്ച് വത്സലപുത്രനായിട്ടാണ്. സത്യത്തിൽ ക്രിസ്തു ഈ പുണ്യഭൂമിയിലേക്ക് വന്നതും ഇപ്രകാരം നമ്മെ വീണ്ടും വത്സല മക്കളായി തിരികെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ആ കൃപയുടെ മഹത്വം സ്വന്തമാക്കാൻ ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.